നമസ്കാരം. എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ബയോകെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഐസോമെറിസം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഐസോമേഴ്സ് എന്ന് പറയുമ്പം ഐസോ മീൻസ് സെയിം, മെർ മീൻസ് മോളിക്യൂൾ. ഓക്കെ, ഐസോമേഴ്സ്. Isomers have the same molecular formula but different structure. Okay, that is a definition of isomer. Okay, chemically they are same but they are different structure. Organic molecules having the same molecular or empirical formula can exist in different forms called isomers. If there are differences in the actual structure of their carbon skeleton, we call them structural isomers. Okay, structural isomerism. Same molecular formula but a different structural formula. Okay, you can see over here chain isomerism, position isomerism, functional group isomerism. Okay, only difference is the structural formula or the connectivity is different, but the chemical formula is same. Here you can see 1, 2, 3, 4 carbon over here. Here also you can see 4 carbon. Okay, so there is no different in the chemical formula, but structurally they are different. Such isomers are called structural isomers. Okay, then next comes another forms of isomers called stereo isomers. Okay, stereoisomerism. What is the difference in stereoisomerism? Same molecular formula but atoms occupy different positions in space. Okay, stereoisomerism തന്നെ രണ്ട് തരത്തിലുണ്ട്: geometrical isomerism and optical isomerism. Geometrical isomerismത്തിൽ സൈഡ് ചെയിൻ നോക്കൂ. സൈഡ് ചെയിൻ, ഈ രണ്ട് സൈഡ് ചെയിൻ ഒരേ സൈഡിൽ വരുന്നതിനെ സിസ് എന്നും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതിനെ ട്രാൻസ് എന്നും പറയും. പക്ഷെ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ സെയിം തന്നെയാണ്. രണ്ട് കാർബൺ തന്നെയാണ് ഇതിലും വരുന്നത് ഇതിലും വരുന്നത്. പക്ഷെ സൈഡ് ചെയിനിന്റെ പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ ഈ കാർബൺ കാർബൺ എന്താണ്? ഡബിൾ ബോണ്ടഡ് ആണ് അല്ലെ? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടു freedom of rotation is restricted. Okay, so they can occupy in only two forms, cis forms or trans forms. Okay, that is stereoisomerism. പിന്നെ വരുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ മോളിക്യൂൾ ഷുഡ് ബി കൈറൽ. ദിസ് ഷുഡ് ബി എ കൈറാൾ കാർബൺ. എന്താണ് കൈറാൾ കാർബൺ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കൈറാൾ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാർബണിന് 4 വാലൻസി ആണ് ഉള്ളത്. ഓക്കെ, ഈ 4 വാലൻസിയിലും ഡിഫറെന്റ് സൈഡ് ചെയിൻസ് ആണ് ഉള്ളത് എങ്കിൽ അതിനെ നമ്മൾ കൈറാൾ കാർബൺ എന്ന് പറയുന്നു. നമുക്കതിനെ സിമെട്രിക് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും നമുക്ക് സിമെട്രിക് ആയിട്ടാണ് കിട്ടുന്നത്. ബിക്കോസ് എന്താണ്, അതിന്റെ 4 വാലൻസിയിലും 4 ഡിഫറെന്റ് ഗ്രൂപ്പ് ആണുള്ളത്. അങ്ങനെയുള്ള കാർബണെയാണ് നമ്മൾ കൈറാൾ കാർബൺ അല്ലെങ്കിൽ കൈറാൾ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൈറാൾ സെന്ററിൽ എന്താണ് നമുക്ക്, അതായത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും. നമ്മളെ ഹാൻഡ് പോലെയാണ് അല്ലെ? നമ്മളെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും പോലെയാണ്, മിറർ ഇമേജസ് ആണ്. നമുക്ക് അതിനെ രണ്ടിനെയും ഒരേപോലെ അലൈൻ ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല. ഓക്കെ, ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ. ഓക്കെ, അപ്പം ഓപ്റ്റിക്കൽ ഐസോമെറിസത്തിൽ കൈറാൾ കാർബൺ ഉണ്ടായിരിക്കണം. ഓക്കെ, ജിയോമെട്രിക്കൽ ഐസോമെറിസത്തിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, same molecular formula but atoms are joined to each other in a different spatial arrangement. Okay, ഇതാണ് geometrical isomerism, different spatial arrangement. They occupy different position in 3D space. Okay, connectivity same തന്നെയാണ്, പക്ഷേ സൈഡ് ചെയിനിന്റെ പൊസിഷൻ മാത്രമേ ഡിഫറെന്റ് ആവുന്നുള്ളൂ. ഓക്കെ, നമ്മൾ കണ്ടു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺഫിഗറേഷനും കൺഫർമേഷനും പഠിച്ചു അല്ലെ? എന്താണ് കൺഫിഗറേഷൻ? ഈ സിസ് ട്രാൻസ്, അതായത് ഈ സിസ് ട്രാൻസ് പൊസിഷൻ അല്ലെങ്കിൽ ഈ സിസിലും ട്രാൻസിലും ഇരിക്കുന്നതിനെയാണ് നമ്മൾ
കോൺഫിഗറേഷൻ, ദേ ആർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 ഫോംസിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. കണക്ടിവിറ്റി സെയിം ആണ്, പക്ഷേ ഇത് ഇപ്പൊ സൈഡ് ചെയിൻ രണ്ടും ഒരേ സൈഡിലാണെങ്കിൽ സിസും, ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ട്രാൻസും പറയും. ഓക്കെ, ദേ ആർ കണക്റ്റഡ് ഇൻ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ് ഉള്ളത്. സോ ഇതിനെ കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൽ എന്താണ്, സിംഗിൾ ബോണ്ട് ആയിരിക്കും, പക്ഷെ എന്താണ് 4 സൈഡ് ചെയിനും ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് ഒരു കൈറാൾ കാർബൺ ആവശ്യമാണ്. ഓക്കെ, enzymes in biological systems usually recognize only a single specific stereoisomers. Okay, ബേസിക്കലി നമുക്ക് ഈ സ്ട്രക്ചറൽ ഐസോമറിസം നമ്മളെ ബയോളജിക്കൽ ആക്ടിവിറ്റിയിൽ അത്ര റിലവന്റ് അല്ല. നമ്മൾ വി ആർ ഫോക്കസിങ് മോർ അബൌട്ട് സ്റ്റീരിയോ isomerism. Stereoisomerism is more important for our biological system. Okay, so enzymes are stereo specific. Okay, a subcategory of stereoisomers are called enantiomers, are actually mirror images of each other. Okay, enantiomers are mirror images of each other. A molecule that has mirror image version is called a chiral molecule. When carbon is bound to 4 different molecules, this inherent asymmetry exists. Okay, നമ്മൾ കണ്ടു അല്ലേ, ഇത് 4 ഡിഫറെന്റ് സൈഡ് ചെയിൻ ആയതുകൊണ്ട് നമുക്കതിനെ സിമെട്രിക് ആയിട്ട് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ അസിമെട്രിക് സെന്റർ. ഓക്കെ, for asymmetric center we can find optical isomerism. Okay, structural isomerism and stereoisomerism. Structural isomerism chain isomerism, position isomerism and functional group isomerism. Okay, it is not that much relevant in our biological system. We are focusing stereoisomerism. രണ്ട് സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, സോ സൈഡ് ചെയിൻ either in cis forms or in trans forms. Optical isomerism we need a chiral carbon. Okay, a carbon with 4 different side chain. Okay, then നമ്മൾ structural isomerism example ആണ്. See, you can see here glucose as example. Okay, ഗ്ലൂക്കോസിൽ ഫ്രക്ടോസും ഗാലക്ടോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രക്ടോസിൽ ഈ കീറ്റോ ഗ്രൂപ്പ് കാർബൺ ഡബിൾ ബോണ്ട് ഓന്റെ പൊസിഷന് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്, ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. ദേ ആർ ഓൺലി ഡിഫർ ഇൻ ദിസ് കീറ്റോ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാത്രമേ ഫ്രക്ടോസും ഗ്ലൂക്കോസും തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ. ദേ ആർ സ്ട്രക്ചറൽ ഐസോമേഴ്സ്. അതേപോലെ ഗ്ലൂക്കോസും ഗാലക്ടോസും തമ്മിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ 4th പൊസിഷനിലുള്ള HOHന്റെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഹിയർ OH is in this side, in galactose OH is in the left side. Okay, ആ ഒരു എന്താ പറയുക ബ്രാഞ്ച് പോയിന്റിന്റെ ലൊക്കേഷന് മാത്രമേ സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ വ്യത്യാസം വരുന്നുള്ളൂ. This is glucose, fructose, galactose are the example for structural isomerism. Okay, chiral molecule എന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഇതാണ് chiral molecule. ഓക്കെ, ദിസ് ഇസ് ഇതിപ്പോ മിറർ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ മിറർ ഇമേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, XYWZ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മിററിൽ കൂടി നോക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എൻ ഇമേജ് ലൈക്ക് ദിസ്. ഓക്കെ, നമ്മുടെ കൈ പോലെ തന്നെയാണ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും തമ്മിലുള്ള പോലെ തന്നെയാണ് chiral carbon എന്ന് പറയുന്നത്. Chiral compounds are characterized by their effect on polarized light. Okay, chiral carbon, chirality അല്ലെങ്കിൽ optical isomerism നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മൾ പൊളാരിമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, പൊളാരിമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമെറിസം അല്ലെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ട് ഏത് ഫോം ആണ്, L ആണോ D ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ത്രൂ പൊളാരിമീറ്റർ ആണ്. ഓക്കെ, എങ്ങനെയാണ് അത് L അല്ലെങ്കിൽ D എന്ന് തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഫസ്റ്റ് എന്താണ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു chiral കാർബൺ ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ കോമ്പൗണ്ടിൽ കൂടി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് either they will rotate to left side or to right side. ഓക്കെ, ഈ ഒരു റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് അതിനെ ലീവോ അല്ലെങ്കിൽ ഡെക്സ്ട്രോ എന്ന് പറയുന്നത്. L ഫോം ഓർ D ഫോം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ലീവോ റൊട്ടേറ്ററി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ
അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഒരു കൈറൽ സെന്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലീവോ അല്ലെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേഷൻ പോസിബിൾ ഉള്ളൂ. ഓക്കെ, living systems tend to produce only a single enantiomer of the two possible forms. For example, most organisms we find primarily D sugars and L amino acids. ഓക്കെ, നേച്ചറിൽ ഡി ഫോംസും ഉണ്ട്, എൽ ഫോംസും ഉണ്ട്. ഓക്കെ, ദേ ആർ വെരി മച്ച് സ്പെസിഫിക് ഇൻ അവർ ബയോളജിക്കൽ സിസ്റ്റംസ്. ഓക്കെ, അതിന്റെ ആ ഒരു എന്താ കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയും. മോർ സ്പെസിഫിക് ഇറ്റ് ഈസ് കോൾഡ് കോംപ്ലിമെന്റാരിറ്റി. ഓക്കെ, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് എൻസൈംസ് ആൻഡ് ഓൾ, they are very much their specificity is based on the complementarity. So ഇപ്പോൾ എൽ ഫോം, ഇപ്പൊ എൽ ഫോം ആണ് ഫിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡി ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് കോംപ്ലിമെന്റാരിറ്റി വോണ്ട് act over there. Okay, so in biological system this stereo specificity is very important. Okay, then chiral molecule. Chiral molecule എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്, അതായത് കാർബൺ വിത്ത് 4 ഡിഫറെന്റ് സൈഡ് ചെയിൻ. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റീരിയോ ഐസോമേഴ്സിലേക്ക് കടക്കാണ്. ഓക്കെ, സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആൻഡ് സ്റ്റീരിയോ ഐസോമേഴ്സ്. സ്റ്റീരിയോ ഐസോമേഴ്സ് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, ജോമെട്രിക് ഐസോമേഴ്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമേഴ്സിൽ സൈഡ് ചെയിൻ സെയിം സൈഡിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിസ് ഐസോമർ എന്നും, ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ് ഐസോമർ എന്നാണ് പറയുന്നത്. ഇതാണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, സൈഡ് ചെയിനിന്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. ആൻഡ് ഓൾസോ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഈസ് പ്രസന്റ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ഡബിൾ ബോണ്ട് freedom of rotation is restricted. Okay, so either they can be in this form or in this form. Okay, that is geometric isomerism. Then second one is optical isomerism. Okay, optical isomerism, they are mirror images. Okay, they are called enantiomers. Mirror image ആണ്, mirror image of each other. Okay, they are called enantiomers. Okay, plain polarized light ലെഫ്റ്റ് ലോട്ടാണോ റൈറ്റ് ലോട്ടാണോ തിരിയുന്നത്, ലീവോ റൊട്ടേറ്ററി ആണോ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണോ എന്ന് ബേസ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, എൽ ഫോം ആൻഡ് ഡി ഫോം. ഓക്കെ, നമ്മുടെ ലിവിങ് സിസ്റ്റത്തിലുള്ള ഒരു എക്സാമ്പിൾ ജോമെട്രിക് ഐസോമറിസത്തിന്, സിസ് ട്രാൻസ് ഐസോമറിസത്തിന്റെ എക്സാമ്പിൾ നമ്മൾ റെറ്റിനാൽ, 11 cis retinal, അതായത് in the vertebrate retina the initial event in light detection is the absorption of visible light by 11 cis retinal. Okay, cis ഫോമിലാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി അവിടെ വരുന്ന സമയത്ത് ഇത്രയും, അതായത് 250 കിലോ ജൂൾ പെർ മോൾ എനർജി ഈസ് കമ്മിങ് ഫ്രം ദി ലൈറ്റ്. ഓക്കെ, ദാറ്റ് മച്ച് എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ദിസ് സിസ് റെറ്റിനാൽ. ഓക്കെ, സോ സിസ് റെറ്റിനാലിൽ വരുന്ന സമയത്ത് ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ബ്രേക്ക് വരികയും they will rotate. ഓക്കെ, ഇങ്ങനെ ഒരു റൊട്ടേഷൻ അതിലേക്ക് വരിക ചെയ്യുന്നത്. ദിസ് ഈസ് ദി, സോ ഈ ഒരു റൊട്ടേഷൻ വരുന്ന സമയത്ത് അത് എന്തായിട്ട് കൺവേർട്ട് ആവും, ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് കൺവേർട്ടഡ് ആവും. ഓക്കെ, triggering electrical changes in the retinal cell that lead to nerve impulses. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഒരു വിഷൻ ഉണ്ടാവുന്നത്. നമ്മൾ റെറ്റിനാൽ, നമ്മൾ ഈ ഇതിന്റെ ഫിസിയോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് 11 സിസ് റെറ്റിനാൽ, ട്രാൻസ് റെറ്റിനാൽ. സോ ഹൗ ദേ ആർ ഹാപ്പനിങ് എന്നുള്ളത് തന്നെയാണ്, ദേ ആർ ഐസോമേഴ്സ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, സിസ് ട്രാൻസ് ഐസോമേഴ്സ് ആണ് റെറ്റിനാൽ എന്ന് പറയുന്നത്. സോ ഇൻ നോർമൽ കണ്ടീഷൻ ദേ ആർ ഇൻ സിസ് ഫോം. ഓക്കെ, അപ്പോൾ ലൈറ്റ് വരുന്ന സമയത്ത്, അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് they will absorb 250 kilojoule per mole. Okay, ഇത്ര എനർജി എന്താണ്, ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, it will break the double bond of this carbon. Okay, ഈ ഒരു പൊസിഷനിൽ, so it can flip easily, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് വരും. Okay, so you will get a trans. Okay, സി ഇവിടെ സൈഡ് ചെയിൻ രണ്ടും സെയിം സൈഡിൽ ആയതുകൊണ്ടാണ് ഇതിനെ സിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓപ്പോസിറ്റിലേക്ക് വന്നപ്പോൾ എന്തായി, അത് ട്രാൻസ് ആയിട്ട് മാറി. ഓക്കെ, ഇതുപോലെയാണ് നമ്മുടെ ഓരോ, ഇപ്പൊ ഈവൻ എൻസൈംസ് ആയാലും ശരി, മെഡിസിൻസ് ഒക്കെ ആണെങ്കിലും ശരി, നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പെസിഫിസിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദെയർ സിസ് ഓർ ട്രാൻസ് സ്ട്രക്ചർ. ഓക്കെ, സിസ് മീൻസ് സെയിം സൈഡ്. ഓക്കെ, ദെൻ ട്രാൻസ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ്. അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളത് നമ്മുടെ ലൈഫിൽ ഉള്ള എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കിയെന്നത് മാത്രം. ദെൻ
ജോമെട്രിക്കൽ ഐസോമെറിസം. ജോമെട്രിക്കൽ ഐസോമെറിസം നമ്മളിപ്പോൾ സിംഗിൾ ബോണ്ടിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് റൊട്ടേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇതാണ് പൊസിഷൻ. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊസിഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് വന്നു, ഇത് ഇങ്ങോട്ടേക്ക് വന്നു, മാറി. ഓക്കെ, അടുത്ത റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടേക്ക് വരും, ഇത് ഇവിടേക്ക് വരും. പക്ഷേ എന്താണ്, അവർക്ക് വ്യത്യാസം ഉണ്ടോ? ദേ ആർ സെയിം മോളിക്യൂൾസ് അല്ലെ. ഓൾ ദീസ് സ്ട്രക്ചേഴ്സ് ആർ ദ സെയിം ബിക്കോസ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഹാവ് ഫ്രീ റൊട്ടേഷൻ. ഓക്കെ, ദേ ക്യാൻ റൊട്ടേറ്റ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ഒരു 3D സ്ട്രക്ചർ ആണ്, സിംഗിൾ ബോണ്ട് ആണ്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. സോ ഇത് ഇങ്ങോട്ട് വരാം, ഇത് ഇങ്ങോട്ട് വരാം, ഇത് ഇങ്ങോട്ട് വരാം, ഇത് ഇങ്ങോട്ട് വരാം, ഏത് പൊസിഷനിലാണെങ്കിലും അത് വരും. പക്ഷേ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ that freedom of rotation is restricted. Okay, in geometrical isomerism molecules carbon carbon double bond എന്തായാലും ഉണ്ടാവും. Okay, they will restrict the rotation. അപ്പൊ സൈഡ് ഗ്രൂപ്പിന് ഏതെങ്കിലും ഒരു ഫോം എടുക്കാൻ പറ്റുള്ളൂ. They are frozen basically. They can occupy only two ഫോമിലെ നിൽക്കാൻ പറ്റുള്ളൂ, either cis or trans. ഈ രണ്ട് ഫോമിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്തിനാണ്? ദിസ് പ്രൊഡ്യൂസസ് ടു പോസിബിലിറ്റീസ്. ദ ടു സ്ട്രക്ചേഴ്സ് കനോട്ട് ഇന്റർചേഞ്ച് ഈസിലി, സോ ദ ആറ്റംസ് ഇൻ ദ ടു മോളിക്യൂൾസ് ഓക്യുപ്പൈ ഡിഫറെന്റ് പൊസിഷൻ ഇൻ സ്പേസ്. ഓക്കെ, നമുക്ക് ഈ ഒരു മോളിക്യൂളിന്റെ തന്നെ സിസ് ഫോമും ട്രാൻസ്ഫോമും കാണാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഗിവ് ലോട്ട്സ് ഓഫ് എനർജി. യു ഹാവ് ടു ബ്രേക്ക് ദിസ് ഡബിൾ ബോണ്ട്. ഓക്കെ, ദെൻ ഓൺലി യു ക്യാൻ റൊട്ടേറ്റ് ദിസ് കാർബൺ. ഓക്കെ, so in nature they will be in cis or trans isomers. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ജോമെട്രിക്കൽ ഐസോമെറിസം പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഹൗ ടു ടെൽ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഓർ നോട്ട്, അങ്ങനെ പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്. ഓക്കെ, ദ സൈഡ് ചെയിൻസ്. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്, സൈഡ് ചെയിൻ വരുന്നുണ്ട്. ഓക്കെ, സോ രണ്ട് പൊസിഷൻ, രണ്ട് ഒരു ലൈക്ക് ഒരു ഫോമും കൂടി പോസിബിൾ ആണ്. ഇതിനെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയും ഇവിടെയും വരുന്നത്, അതായത് സിസ് ആൻഡ് ട്രാൻസ്ഫോം ഇസ് പോസിബിൾ ഫോർ ദിസ് മോളിക്യൂൾ. സോ ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, പക്ഷെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ടു സിമിലർ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ്. ഓക്കെ, ഇവിടെ ഈ കണ്ടീഷനിൽ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റവും വരുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു ഗ്രീനും വൈറ്റും വരും. ഇപ്പൊ ഈ വൈറ്റ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീനും വൈറ്റും തന്നെ ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ജോമെട്രിക്കൽ ഐസോമെറിസം പോസിബിൾ അല്ല. ഓക്കെ, ദെൻ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിലും എന്താണ്, ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ട് ഗ്രീന് ഇങ്ങനെ നോക്കുക, രണ്ട് ഗ്രീന്, ഒരു ഗ്രീന് വൈറ്റ് എന്നുള്ള പൊസിഷൻ ആണുള്ളത്. ഇതിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് തന്നെയാണ് വരുന്നത്. ഇവിടെ രണ്ട് ഗ്രീന് വരും, ഇവിടെ ഒരു ഗ്രീനും വൈറ്റും വരും. സോ ഇതിലും ജോമെട്രിക്കൽ ഐസോമെറിസം പോസിബിൾ അല്ല. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലും ഡിഫറെന്റ് ആണ്. നാല് ഡിഫറെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൈറാൾ കാർബൺ പോലെയാണ് ഉള്ളത്. നാല് ഡിഫറെന്റ് സൈഡ് ചെയിൻ ആണുള്ളത്. സോ നമുക്ക് എത്ര പോസിബിൾ ആയിട്ടുള്ള ഫോംസ് കിട്ടും? ഇപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈറ്റും ഇവിടെ പേർപ്പിൾ ആയിട്ടുള്ളതും വരും. സോ അടുത്ത ഫോമും പോസിബിൾ ആണ്. അതുപോലെ ഇത് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും പോസിബിൾ ആണ്. സോ ഇവിടെ ജോമെട്രിക്കൽ ഐസോമെറിസം പോസിബിൾ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഐസോമെറിസം, അതായത് ഐസോമേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ മാലിക് ആസിഡിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിസ് ഫോമിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിനെ ട്രാൻസ്ഫോമിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം, ഒരുപാട് എനർജി ആവശ്യമാണ്. സോ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ ദേ എക്സിസ്റ്റ് ഇൻ സിസ് ഫോം ആൻഡ് ട്രാൻസ്ഫോം. ഓക്കെ, മാലിക് ആസിഡ് ആൻഡ് ഫ്യൂമറിക് ആസിഡ്. ഓക്കെ, മാലിക് ആസിഡ് ആൻഡ് ഫ്യൂമറിക് ആസിഡ് രണ്ട് പേരാണെങ്കിലും അതിന്റെ കെമിക്കൽ എംപെരിക്കൽ ഫോർമുല ഇസ് സെയിം. സൈഡ് ചെയിനിന്റെ ലൊക്കേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, സിസ് ഫോമിന് മാലിക് ആസിഡ് എന്നും ട്രാൻസ്ഫോമിന് ഫ്യൂമറിക് ആസിഡ് എന്നാണ് പറയുന്നത്. Okay, isomers such as malic acid and fumaric acid cannot be interconverted without breaking covalent bonds, which requires the input of much more energy than the average kinetic energy of molecules at physiological temperature. Okay, in normal physiological temperature, this conversion is not that much easy. Okay, so they occupy independently in cis form and trans form.
Then next second category ആണ് stereoisomers. Second one is optical isomers. Okay, optical isomers two types, L plus and negative, that is D and L forms are present. Okay, optical isomerismത്തിന്റെ important ഒരു keyword എന്തായിരുന്നു? Chiral center വേണം. We need a chiral center. A carbon atom with 4 different substituents is said to be asymmetric, and asymmetric carbons are called chiral centers. A molecule with only one chiral carbon can have 2 stereoisomers. When 2 or more chiral carbons are present, there can be 2, it is 2 raised to n. Actually, that is the formula, 2 raised to n stereoisomers. Okay, you should remember this. You may get questions based on that. Okay, നമുക്കൊരു empirical formula തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ you have to learn how to identify the chiral center. Okay, എത്ര chiral center ഉണ്ടോ, ഇപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് 2 raised to n is the formula to find the enantiomers, അല്ലെങ്കിൽ എത്ര isomers possible ആണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 2 raised to n ആണ്. ബട്ട് n stands for chiral carbon. ഓക്കെ, chiral carbon. ഫോർ എക്സാമ്പിൾ, ഒരു ഫോർമുലയുടെ അകത്ത് നമുക്ക് 2 chiral carbon ഉണ്ട് എങ്കിൽ the formula will be 2 raised to n. n is equal to 2 raised to 2. So totally 4 isomers are possible. അല്ലേ? ഇതേപോലെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ യു വിൽ ഗെറ്റ് ഒരു എംപെറിക്കൽ ഫോർമുല അവർ തന്നിട്ട് അതിൽ നിന്ന് കൈറാൾ സെന്റർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി പ്രെഡിക്ട് ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ. ഓക്കെ, കൈറാൾ സെന്റർ ആയതുകൊണ്ട് ഓൺലി മിറർ ഇമേജസ് ആർ പോസിബിൾ അല്ലേ? They are non-superimposable mirror images. Okay, they are called enantiomers. Okay, stereoisomers that are mirror images of each other are called enantiomers. Okay, പക്ഷേ okay, enantiomers and diastereomers. Okay, നമ്മൾ ഇനി വരുന്ന എക്സാമ്പിൾസിൽ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവും. Okay, optical isomerism occurrence. Another form of stereoisomerism occurs when compounds have non-superimposable mirror images. Okay, isomers. The two different forms are known as optical isomers or enantiomers. They occur when molecules have a chiral center. A chiral center contains an asymmetric carbon atom. An asymmetric carbon has 4 different atoms or groups arranged tetrahedrally around it. Okay, this is the chiral center. ഇപ്പോൾ ഈ ഒരു മോളിക്യൂളിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 2-chloro-butane എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ chiral center ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇത് കാർബൺ ആണ്, ഇത് ഹൈഡ്രജൻ ആണ്, ഇത് ഹൈഡ്രജൻ ആണ്, ഇത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് chiral എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതിന്റെ 3 സൈഡ് ചെയിൻ 3 ഗ്രൂപ്പും ഹൈഡ്രജൻ ആണ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിനെ chiral ആയിട്ട് പറയാൻ പറ്റില്ല. സെക്കൻഡ് കാർബണിന്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർബണിന്റെ ഒരു സൈഡിൽ ഹൈഡ്രജനും ഒരു സൈഡിൽ ഇതിനെ ഒന്നായിട്ട് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടാണ് കണക്കാക്കുക. ഇതിനെ CH3 എന്നും ഇത് C2H5 എന്നും ആണ് കൗണ്ട് ചെയ്യുന്നത്. സോ ഇത് chiral കാർബൺ ആയിട്ട് കണക്കാക്കും നമ്മൾ. ഓക്കെ, സോ ഇതിന് ഒരു chiral കാർബൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഓപ്റ്റിക്കൽ ഐസോമറിസത്തിൽ നമുക്ക്, അതായത് നമുക്കൊരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ chiral കാർബൺ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, 1-chloro-butane. ഓക്കെ, 1-chloro-butane വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഈ ഒരു കാർബണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർബണിന്റെ കേസിൽ എന്താണ്? 3 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് chiral. രണ്ടാമത്തെ കാർബൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് chiral. മൂന്നാമത്തെ കാർബൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് 2 ഹൈഡ്രജൻ വരുന്നുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ 2 ഹൈഡ്രജൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഫോർ 1-chloro-butane chiral കാർബൺ ഇല്ല. ഓക്കെ, സോ അവിടെ ഒപ്റ്റിക്കൽ ഐസോമറിസം പോസിബിൾ അല്ല. ഇനി 2-chloro-butane എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാർബൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അറൗണ്ടഡ് ബൈ 3 ഹൈഡ്രജൻ. ഓക്കെ, സെക്കൻഡ് കാർബൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയാ, 2 ഹൈഡ്രജൻ.
രണ്ട് ഹൈഡ്രജൻ കണക്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാർബൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കാർബണിൽ എന്തൊക്കെയാണ്? ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു CH3 ഉണ്ട് അല്ലെ, ഒരു ക്ലോറിൻ ഉണ്ട്, ഒരു C2H5 ഉണ്ട്. C2H5 ഉണ്ട്. ഓക്കെ, സോ ഇത് ഒരു കൈറാൾ സെന്റർ ആണ്. ഇതൊരു കൈറാൾ കാർബൺ ആണ്. ഈ കാർബൺ കൈറാൾ ആണ്. സോ കൈറാളിറ്റി ഈസ് പോസിബിൾ ഓവർ ഹിയർ. സോ ഇങ്ങനെയാണ് നമുക്കൊരു എംപരിക്കൽ ഫോർമുല കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈറാൾ കാർബണിനെ കൗണ്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ 2 raised to n എന്നുള്ള ഫോർമുല വെച്ചിട്ട് നമുക്ക് എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, molecular asymmetry, chiral and achiral molecule. When a carbon atom has 4 different substituent groups A, B, X, Y, they can be arranged in 2 ways that represent non-superimposable mirror images of each other, called enantiomers. This asymmetric carbon atom is called a chiral atom or chiral center. When a tetrahedral carbon has only 3 dissimilar groups, only one configuration is possible and the molecule is symmetric or achiral. In this case, a molecule is superimposable on its mirror image. The molecule on the left can be rotated counterclockwise to create the molecule in the mirror. Okay, നമുക്ക് asymmetric കാർബണിൽ അതായത് കാർബണിന്റെ ടെട്രാഹൈഡ്രൽ വാലൻസിയിൽ ഇപ്പൊ 3 എണ്ണം സിമിലർ ആണെങ്കിലും നമ്മൾ അതിനെ അക്യുറാൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ എടുക്കാണ്. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എത്ര കൈറാൾ കാർബൺ ഉണ്ട് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഫോർ ദിസ് കാർബൺ, ഓക്കെ, ഹൈഡ്രജൻ എക്സ്, CH3, ഇവിടെ C2H5 ആണ് വരുന്നത്. ഓക്കെ, സോ ഇത് ഒരു കൈറാൾ കാർബൺ ആണ്. ഓക്കെ, ഇനി ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് Y, ഇവിടെ എന്താ C2H5, ഇവിടെ ഒരു ഹൈഡ്രജൻ CH3. സോ ഇതും കൈറാൾ കാർബൺ ആണ്. സോ 2 raised to n എന്ന് പറയുന്ന സമയത്ത് 2 raised to 2 എന്ന് പറയുന്ന സമയത്ത് 4 എന്താ പറയാ 4 ഐസോമേഴ്സ് ആർ പോസിബിൾ. ഓക്കെ, സോ നമുക്ക് ഇതിനെ XY ഈ സൈഡിൽ എഴുതാം, XY ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാം, XY ഇവിടെ X ഇവിടെ Y ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ X ഇവിടെ Y ആയിട്ട് എഴുതാം. അങ്ങനെ 4 പോസിബിൾ വേയിലുള്ള ഐസോമറിസം പോസിബിൾ ആണ്. ഓക്കെ, പക്ഷെ ഈ മോളിക്യൂളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ അല്ലെ, ദേ ആർ എക്സാക്ട്ലി മിറർ ഇമേജസ്. ഓക്കെ, ദേ ആർ കോൾഡ് enantiomers. In this case also you can see here ഈ മോളിക്യൂളിന്റെ മിറർ ഇമേജ് ആണ് ഈ മോളിക്യൂൾ. സോ ദേ ആർ ഓൾസോ കോൾഡ് enantiomers. ഓക്കെ, ഇനി എന്താണ് ഡയാസ്റ്റീരിയോമേഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സെയിം മോളിക്യൂള് എംപെരിക്കൽ ഫോർമുല ആണെങ്കിലും ഇപ്പൊ ഈ ഒരു മോളിക്യൂളും മിറർ ഇമേജസ് അല്ല അല്ലേ, ദേ ആർ നോട്ട് മിറർ ഇമേജസ് ടു ഈച്ച് അതർ. ദേ ആർ കോൾഡ് ഡയാസ്റ്റീരിയോമേഴ്സ്. ഇത് രണ്ടും ഡയാസ്റ്റീരിയോമേഴ്സ് ആണ്. ഓക്കെ, ഇതും ഡയാസ്റ്റീരിയോമേഴ്സ് ആണ്, ഇതും ഡയോസ്റ്റീരിയോമേഴ്സ് ആണ്. ഓക്കെ, അതായത് ഒരേ മോളിക്യൂളിന്റെ ഐസോമേഴ്സ് ആണ്, പക്ഷെ മിറർ ഇമേജസ് അല്ലാത്തതിനെയാണ് നമ്മൾ ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് പറയുന്നത്. 2 types of stereoisomers. There are 4 different 2,3 disubstituted butane. N is equal to 2. അതായത് 2 asymmetric carbon is possible. So 2 raised to n is equal to 4 stereoisomers. Each is shown in a box has a perspective formula and a ball stick model, which has been rotated to view all the groups. 2 pairs of stereoisomers are mirror images of each other or enantiomers. Other pairs are not mirror images. These are diastereomers. Okay, ഇത്രയാണ് നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി എന്താണ് പൊളാരിമീറ്റർ അല്ലെങ്കിൽ എങ്ങനെയാണ് L അല്ലെങ്കിൽ D ഫോമിനെ ഐഡന്റിഫൈ എന്നുള്ളത് നോക്കാം. ഓക്കെ, ദിസ് ഇസ് കോൾഡ് പൊളാരിമീറ്റർ. ഓക്കെ, ഇത് ഒപ്റ്റിക്കൽ പൊളാരിമീറ്ററിന്റെ ഒരു എന്താ പറയാ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ദിസ് ഈസ് ദി light source. Okay, this light source will produce light vibrating in all direction. Okay, then this is polarizing filter. Okay, this is polarizing filter, only allows through light vibrating in one direction. Okay, it will filter only one direction ഉള്ള ലൈറ്റിന് മാത്രമേ ഇത് അലോ ചെയ്യുള്ളൂ. Then C, sample ആണ്. Plain polarized light pass through the sample. Okay, sample കൂടി അത് പാസ് ചെയ്യുന്ന സമയത്ത്
If the substance is optically active, it rotates the plane polarized light. Okay, അത് plane polarized light rotate ചെയ്യും. Okay, analyzing filter is turned so that light reaches a maximum. Okay, direction of rotation is measured coming towards the observer. We can observe the rotation. Okay, അതിന്റെ ആംഗിളും ഏത് സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇപ്പം അത് if the light appears to have turned to the right, it is called dextro rotatory. Turn to the left, it is called levo rotatory. ഓക്കെ, അതിന് പ്ലസ് മൈനസ് സൈൻ കൊടുക്കാറുണ്ട്. ഓക്കെ, എല്ലിനെ നമ്മൾ എന്താ പറയുക പ്ലസ് ആയിട്ടും ഡിനെ മൈനസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് എനാൻഷ്യോമർ ആൻഡ് മൈനസ് എനാൻഷ്യോമേഴ്സ്. ഓക്കെ, isomers differ in their reaction to plane polarized light. Plane polarized light vibrates in one direction only. One isomer rotates light to the right, the other to the left. Rotation of light is measured using a polarimeter. In the next concept, racemate ആണ്. Okay, racemate. Racemate എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ a 50-50 mixture of the two enantiomers. Okay, DL, rotatory dextrorotatory equal volume of isomers ഒരു സൊല്യൂഷനിൽ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റെസമിക്. ഇറ്റ് വോണ്ട് അത് ഒരു സൈഡിലേക്കും തിരിയാതെ തന്നെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. ഇറ്റ് ഈസ് കോൾഡ് റെസമേറ്റ്. Example, many amino acids exhibit optical activity. Many drugs must be made of optical isomer to be effective. Need smaller dose. Okay, നമ്മൾ drugs ഒക്കെ തന്നെ അതിന്റെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും സ്പെസിഫിസിറ്റി എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഡ്രഗ് ഡിസൈനിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നത് വന്നിട്ട് തലിഡോമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, തലിഡോമൈഡിന് രണ്ട് ഫോം ഉണ്ട്. ഓക്കെ, എൽ ഫോമും ഡി ഫോമും പ്രസന്റ് ആയിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് യൂസ്ഡ് ടു ട്രീറ്റ് ദി മോർണിംഗ് സിക്നസ് ഓഫ് പ്രഗ്നന്റ് വുമൺസ്. ഓക്കെ, നോർമലി ഫസ്റ്റ് ട്രൈമെസ്റ്ററിൽ വുമൺ may have morning sickness and anxiety problem was there. Okay, in 1960s this thalidomide was given to pregnant woman who was suffering from morning sickness, but tragically many gave birth to children with deformities and missing limbs because ഈ താലിഡോമൈഡിന് തന്നെ രണ്ട് ഫോം ഉണ്ടായിരുന്നു. ഓക്കെ, രണ്ട് എനാൻഷ്യോമേഴ്സ് സ്റ്റീരിയോ ഐസോമേഴ്സ് വാസ് ദെയർ. ഓക്കെ, അതിൽ ഒന്നായിരുന്നു സേഫ്, ഒന്ന് സേഫ് അല്ലായിരുന്നു. ഓക്കെ, ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് ഓൺലി വൺ ഓഫ് ദ എനാൻഷ്യോമേഴ്സ് വാസ് ഇഫക്റ്റീവ് ആൻഡ് സേഫ്. Its optically active counterpart was not. Okay, this was not safe. This was the safe drug, but unfortunately doctor gave the, because empirical formula is same. Okay, the major problem was that during manufacture a mixture of the isomers was produced. The drug was banned worldwide, but not after tens of thousands of babies had been affected. Okay, so ഇത്രയും, അതായത് ഇപ്പം നമ്മൾ ഐസോമെറിസം നമ്മൾ മനസ്സിലാക്കേണ്ടതിന് ഇമ്പോർട്ടൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൺ അതൊരു സിസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ലിവോ അല്ലെങ്കിൽ ഡെക്സ്ട്രോ ആണെങ്കിൽ പോലും ഇൻ ബയോളജിക്കൽ സിസ്റ്റം ദെയർ സ്റ്റീരിയോ ഐസോമെറിസം ഹാവ് a major or crucial role. Okay, so thank you so much for watching this video and happy learning. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും through WhatsApp or email you can contact us. നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ടോപ്പിക് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ ദ വീഡിയോ. താങ്ക് യു സോ മച്ച്.